Hi friends, welcome to my channel. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഷെയർ മാർക്കറ്റിംഗിന്റെ ടെക്നിക്കൽ കൺസെപ്റ്റുകളെ കുറിച്ചിട്ടാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് നോക്കാം, നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് മൂവിംഗ് ആവറേജസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഇറ്റ്സ് ഓൺലി പ്യൂർലി ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസ് ആണ്. അപ്പോൾ നമുക്ക് മൂവിംഗ് ആവറേജസിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് മൂവിംഗ് ആവറേജ് എന്ന് നോക്കാം. മൂവിംഗ് ആവറേജ് എന്ന് പറഞ്ഞാൽ ആവറേജ് പ്രൈസ് ഓഫ് എ ഷെയർ എന്നതിനെയാണ് മൂവിംഗ് ആവറേജ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഒരു ഷെയറിന്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ, ഒരു ഉദാഹരണത്തിന് ഒരു ഷെയറിന്റെ പ്രൈസ് 5 ഡേയ്സ് ഷെയറിന്റെ പ്രൈസ് എടുക്കുകയാണെങ്കിൽ ആ 5 ഡേയ്സ് ഷെയറിന്റെ പ്രൈസിന്റെ ആവറേജിനെയാണ് മൂവിംഗ് ആവറേജ് എന്ന് പറയുന്നത്. മൂവിംഗ് ആവറേജിൽ രണ്ട് തരം കൺസെപ്റ്റ്സ് ആണ്. ഒന്ന് നമ്മൾക്ക് നോക്കുകയാണെങ്കിൽ സിമ്പിൾ മൂവിംഗ് ആവറേജും, രണ്ടാമത്തേത് നോക്കുകയാണെങ്കിൽ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജും. അപ്പോൾ എന്താണ് സിമ്പിൾ മൂവിംഗ് ആവറേജ് എന്ന് നമുക്ക് നോക്കാം. സിമ്പിൾ മൂവിംഗ് ആവറേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്റ്റോക്കിന്റെ ഒരു ഉദാഹരണത്തിന് ഒരു സ്റ്റോക്ക് ഒരു ഇതേപോലെ ഒരു ഷെയർ എടുക്കുകയാണെങ്കിൽ ആ ഷെയറിന്റെ 5 ഡേയ്സ് പ്രൈസ്, അതായത് ക്ലോസിംഗ് പ്രൈസ് എടുക്കുകയാണെങ്കിൽ ആ 5 ഡേയ്സ് ക്ലോസിംഗ് പ്രൈസിന്റെ ആവറേജ് പ്രൈസിനെയാണ് സിമ്പിൾ മൂവിംഗ് ആവറേജ് പ്രൈസ് ഓഫ് ദ ഷെയർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കിടക്കാം. എന്താണ് കാൽക്കുലേഷൻ, എങ്ങനെയാണ്. ഞാൻ ഉദാഹരണത്തിന് ഒരു SBIന്റെ ഒരു ഷെയറിന്റെ ഇലുസ്ട്രേഷൻ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാം, അത് എങ്ങനെയാണ് സിമ്പിൾ മൂവിംഗ് ആവറേജ് അതിൽ വർക്ക്ഔട്ട് ആവുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യന്റെ നമുക്ക് ലാസ്റ്റ് 5 ഡേയ്സിന്റെ ക്ലോസിംഗ് പ്രൈസ് ആണ് ഞാൻ ഇവിടെ ഉദാഹരണത്തിന് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഈ പ്രൈസസ് എടുത്തത് ഇപ്പോൾ ലാസ്റ്റ് ഈ വീഡിയോ ചെയ്യുന്ന ലാസ്റ്റ് 5 ഡേയ്സിന്റെ പ്രൈസസ് ആണ് എടുത്തത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യന്റെ. അപ്പോൾ ഏപ്രിൽ 21 2020 ഷെയർ പ്രൈസ് 185 ആയിരുന്നു. അതേപോലെ തന്നെ 20 192, 17 ഏപ്രില് 193.25 അങ്ങനെയായിരുന്നു ഷെയർ പ്രൈസ്. അപ്പോൾ ഞാൻ ഇത് എടുത്തത് നിങ്ങൾക്ക് സിമ്പിൾ മൂവിംഗ് ആവറേജ് കൺസെപ്റ്റ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇത് എടുത്തത്. അപ്പൊ ഇത് പ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ആവറേജ് 5 ഡേയ്സിന്റെ ആവറേജ് പ്രൈസ് എടുക്കുകയാണെങ്കിൽ അത് 941.6 വരുന്നുണ്ട്. അതായത് നമ്മൾ എടുത്തത് 185 പ്ലസ് 192 പ്ലസ് 193 പ്ലസ് 188 പ്ലസ് 182 ആണ് 941.6 വരുന്നത്. ഇതിന്റെ ആവറേജ്, അതായത് ഡിവൈഡഡ് ബൈ 5 വരുന്നത് ആവറേജ് 188.32 ആണ്. അപ്പോൾ ഇതിന്റെ മൂവിംഗ് ആവറേജ്, സിമ്പിൾ മൂവിംഗ് ആവറേജ് പ്രൈസ് ഫോർ 5 ഡേയ്സ് എന്ന് പറയുന്നത് 188.32 ആണ്. ഇതാണ് സിമ്പിൾ മൂവിംഗ് ആവറേജ്. ഇനി നെക്സ്റ്റ് ഒരു ഗ്രാഫാണ്, ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് സിമ്പിൾ മൂവിംഗ് ആവറേജ്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രാഫ്സ് നോക്കിയിട്ടാണ് സിമ്പിൾ മൂവിംഗ് ആവറേജിന്റെ കാൽക്കുലേഷനും അതേപോലെ തന്നെ ബൈയും സെല്ലും എങ്ങനെ ചെയ്യണം എന്ന് മനസ്സിലാവുന്നത് ഈ ഗ്രാഫ് നോക്കിയിട്ടാണ്. അപ്പോൾ ഈ ഗ്രാഫില് കൊടുത്തിരിക്കുന്നത് ഈ റെഡ് ലൈൻ ആണ് സിമ്പിൾ മൂവിംഗ് ആവറേജ് കൊടുത്തിരിക്കുന്നത്. അതായത് 200 ഡേയ്സിന്റെ സിമ്പിൾ മൂവിംഗ് ആവറേജ് ആണ്. അപ്പോൾ ഇതിന്റെ പിന്നിലുള്ള ഉദാഹരണം ഞാൻ എടുത്തത് 5 ഡേയ്സ് സിമ്പിൾ ആവറേജ് ആണ്. ഇത് 200 ഡേയ്സിന്റെ സിമ്പിൾ മൂവിംഗ് ആവറേജ് ആണ് നമ്മൾ എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കാം, ഈ ഗ്രാഫ് ഫസ്റ്റ് തുടങ്ങുമ്പോൾ തന്നെ പ്രൈസ് സിമ്പിൾ മൂവിംഗ് ആവറേജ് ക്രോസ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ്, അതായത് ഈ വര കാണുന്നതാണ് സിമ്പിൾ മൂവിംഗ് ആവറേജ്. ഈ താഴെ കാണുന്ന ഫ്ലക്ച്വേഷൻ കാണുന്നതാണ് പ്രൈസ്. അപ്പൊ പ്രൈസും ഇതും സിമ്പിൾ മൂവിംഗ് ആവറേജും സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ക്രോസ് ചെയ്ത് താഴോട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് മനസ്സിലാവേണ്ടത് എന്താ വെച്ചാല് ഒരു ഡൗൺ ട്രെൻഡ് ആയിരുന്നു ഫസ്റ്റ് ഇനീഷ്യലി. പിന്നെയും ആ ഒരു ലൈനിന്റെ മുകളിലേക്ക് തട്ടി, പക്ഷെ മുകളിലേക്ക് പോയില്ല. അതേപോലെ തന്നെ തിരിച്ച് വന്ന് ലാസ്റ്റ് ആവുമ്പോഴേക്കും നമുക്ക് നോക്കാം ഈ പ്രൈസിന്റെ മുകളിലേക്ക് അതായത് ഈ ലൈനിന്റെ മുകളിലേക്ക് ഈ പ്രൈസ് പോയി. അതിന്റെ അർത്ഥം ഈ പ്രൈസ് ക്രോസ് ചെയ്തു. SMA, അത് SMA എന്ന് പറയുന്നത് സിമ്പിൾ മൂവിംഗ് ആവറേജിനെയാണ്. അപ്പൊ SMA നെ ക്രോസ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതൊരു ബൈയിങ് ട്രെൻഡ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ വെച്ചിട്ട് നമ്മൾ ഇത് മനസ്സിലാക്കുന്നത്, എങ്ങനെയൊക്കെയാണ് ഷെയറിന്റെ പ്രൈസ് മുകളിലേക്ക് പോകുന്നതും അതേപോലെ തന്നെ താഴോട്ട് പോകുന്നതും. അപ്പോൾ 200 ഡേയ്സ് ആവറേജ് സിമ്പിൾ മൂവിംഗ് ആവറേജ് മെയിൻലി നോക്കുന്നത് ലോങ് ടേം സ്റ്റോക്സിനെയാണ്. അതായത് ലോങ് ടേം ഹോൾഡിംഗ്സ് ആയിട്ട് ചെയ്യുന്ന സ്റ്റോക്സിന് നിങ്ങൾക്ക് സിമ്പിൾ മൂവിംഗ് ആവറേജിൽ നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ മെയിൻലി കൺസെപ്റ്റിൽ എടുക്കുന്നത് 200 ഡേയ്സ് സിമ്പിൾ മൂവിംഗ് ആവറേജ്, അതേപോലെ തന്നെ 50 ഡേയ്സ് സിമ്പിൾ മൂവിംഗ് ആവറേജ് ആണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഇത് വീഡിയോ കാണിക്കുന്നത് ജസ്റ്റ് എന്താണ് സിമ്പിൾ മൂവിംഗ് ആവറേജിന്റെ, എങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഡയറക്ഷൻസ് എങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കേണ്ടതാണ്.
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ 200 ബാർ സിമ്പിൾ മൂവിംഗ് ആവറേജ് ആണ് കോമൺലി ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിന് ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത്. അതേപോലെ തന്നെ 50 ഒരു ഷോർട്ട് ടേം ആയിട്ടാണ് നിങ്ങൾ ഇന്റർമീഡിയറ്റ് അതായത് ഷോർട്ടർ ട്രെൻഡിനൊക്കെയാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾ 50 ഡേയ്സ് മൂവിംഗ് ആവറേജ് ആണ് നോക്കുന്നത്. അപ്പോൾ ഈ സിമ്പിൾ മൂവിംഗ് ആവറേജ് നമുക്ക് സ്മൂത്ത് പ്രൈസ് ചാർട്ടിയും അതേപോലെ തന്നെ ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സും വെച്ച് നമുക്ക് എളുപ്പത്തിൽ നോക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ പ്രൈസ് ആ ലെവൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മൾ സിമ്പിൾ മൂവിംഗ് ആവറേജിന്റെ മുകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ബൈ സിഗ്നൽ ആണ്. അതേപോലെ തന്നെ താഴോട്ടാണ് പോകുന്നതെങ്കിൽ അതൊരു ഷോർട്ട് സിഗ്നൽ ആണ് എന്ന് നമുക്ക് ആ ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി നെക്സ്റ്റ് ഞാൻ ഈ ഗ്രാഫിൽ കാണിക്കുന്നത് 200 പീരിയഡ് സിമ്പിൾ മൂവിംഗ് ആവറേജും അതേപോലെ തന്നെ 50 പീരിയഡ് സിമ്പിൾ മൂവിംഗ് ആവറേജും ആണ് കാണിക്കുന്നത്. അപ്പോൾ നേരത്തെ കാണിച്ച അതേ ഗ്രാഫിൽ തന്നെ ഞാൻ എന്താ ചെയ്തത് വെച്ചാൽ 50 പീരിയഡ് സിമ്പിൾ മൂവിംഗ് ആവറേജ് ആഡ് ചെയ്യുക ചെയ്തത്. അപ്പോൾ 50 പീരിയഡ് സിമ്പിൾ മൂവിംഗ് ആവറേജ് ആഡ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാം അത് അതായത് ആ ഇതിനോട് ക്ലോസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മളെ പ്രൈസ് ഫ്ലക്ച്വേഷൻ ചെയ്യുന്ന ആ ഒരു ഗ്രാഫിന്റെ കൂടെ തന്നെയാണ് ആ 50 മൂവിംഗ് ആവറേജ് വർക്ക് ചെയ്തത്. നേരെ മറിച്ച് 200 മൂവിംഗ് ആവറേജ് വളരെ വിട്ടിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്രോസ് ചെയ്യുന്ന ഒരു പൊസിഷൻ, അതായത് രണ്ടും ക്രോസ് ചെയ്തിട്ട് 50 മുകളിലേക്ക് പോകുന്ന പൊസിഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ബൈങ് ട്രെൻഡ് ആണ്. അതായത് ഗ്രാഫിന്റെ ലാസ്റ്റിലേക്ക് നിങ്ങൾക്ക് കാണാം അതായത് 200 സിമ്പിൾ മൂവിംഗ് ആവറേജിന്റെ 50 പീരിയഡ് സിമ്പിൾ മൂവിംഗ് ആവറേജ് ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോകുന്നു. അപ്പോൾ അതിന്റെ ട്രെൻഡ് എന്ന് പറയുന്നത് അപ്വേർഡ് ട്രെൻഡ് ആണ്. അതേപോലെ തന്നെ ഗ്രാഫ് തുടങ്ങുന്ന സമയത്ത് ഇത് താഴോട്ട് പോവുകയായിരുന്നു 50 പീരിയഡ് മൂവിംഗ് ആവറേജ്. അപ്പോൾ അതൊരു ഷോർട്ട് ട്രെൻഡ് ആണ്. അപ്പോൾ അത് നമുക്ക് ഷോർട്ട് ചെയ്യാൻ പറ്റിയ, അത് ഷോർട്ട് ഇൻ ദ സെൻസ് നമുക്ക് സെൽ ചെയ്യാൻ പറ്റിയ ഒരു ടൈമാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ കണ്ടു സിമ്പിൾ മൂവിംഗ് ആവറേജ് എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ ഒരു 5 ഡേയ്സ് സ്റ്റോക്കിന്റെ പ്രൈസ് എടുത്തിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷെ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാല് നമ്മള് ഈ സ്റ്റോക്ക് പ്രൈസ്, അതായത് ഇപ്പം ഞാൻ കാണിച്ച ഉദാഹരണത്തിൽ നമ്മൾ കണ്ടു അതായത് എല്ലാ ഡേയ്സിന്റെയും ആവറേജ് പ്രൈസ് സിമ്പിൾ മൂവിംഗ് ആവറേജിൽ എടുത്തു. ബട്ട് എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജിൽ ലേറ്റസ്റ്റ് പ്രൈസിനാണ് വെയിറ്റേജ് കൊടുക്കുന്നത്. അതായത് ലാസ്റ്റ് പ്രൈസ് ഇന്ന് ഇപ്പോ 1 to 5 ഡേയ്സ് എടുക്കുകയാണെങ്കിൽ ഇന്ന് 5th ഡേ ആണെങ്കിൽ ഈ 5th ഡേ പ്രൈസിന് കുറച്ചും കൂടി കൂടുതൽ വെയിറ്റേജ് കൊടുക്കും. അതേപോലെ തന്നെ 4th ഡേ പ്രൈസിന് കുറച്ചും കൂടി കൂടുതൽ വെയിറ്റേജ് കൊടുക്കും. 3rd ഡേ പ്രൈസിന് കൂടുതൽ വെയിറ്റേജ് കൊടുക്കും. 1st ഡേ പ്രൈസിന് നമ്മൾ ലെസ് ഇമ്പോർട്ടൻസ് കൊടുക്കും. പക്ഷെ നേരെ മറിച്ച് സിമ്പിൾ മൂവിംഗ് ആവറേജിൽ നമ്മൾ എല്ലാ പ്രൈസിനും തുല്യമായ വെയിറ്റേജ് കൊടുത്തിട്ടാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് നമ്മൾ ഇപ്പോൾ ഷെയർ മാർക്കറ്റിന്റെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ, പാറ്റേൺ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ ദിവസവും പ്രൈസസ് ഒരു വളരെ വ്യത്യസ്തമായ സ്റ്റേജിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ലെവലിൽ നമ്മൾ നോക്കുമ്പോൾ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് ആണ് സിമ്പിൾ മൂവിംഗ് ആവറേജിനെക്കാട്ടും കുറച്ചുകൂടി കൂടുതൽ ഇൻഡിക്കേഷനും നമ്മൾക്ക് പ്രൈസ് മനസ്സിലാക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഓപ്ഷൻ. നമുക്ക് ഈ പിക്ചറിൽ കണ്ട പോലെ നമുക്ക് നോക്കാം എന്താണ് SME അതേപോലെ തന്നെ EMA തമ്മിലുള്ള പ്രധാന വ്യത്യാസം. SME എന്ന് പറഞ്ഞാൽ സിമ്പിൾ മൂവിംഗ് ആവറേജും എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജും, അതായത് രണ്ടും ഒരേപോലെയാണ്. ബട്ട് നമുക്ക് സ്റ്റോക്സ് ഒക്കെ കൂടുതൽ പെട്ടെന്ന് സ്റ്റോക്സിന്റെ പ്രൈസ് മൂവ്മെന്റ്സ് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയത് എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി സ്റ്റോക്സിന്റെ വേരിയേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതലായിട്ട് EMA നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ SMA പറഞ്ഞ പോലെ തന്നെ EMA, അതായത് നമ്മൾ EMA കയറുകയാണ്, അതായത് മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ അതിന്റെ അർത്ഥം ആ സ്റ്റോക്ക് വാങ്ങിക്കാം. അതേപോലെ തന്നെ താഴോട്ടാണ് പോകുന്നതെങ്കിൽ അതിന്റെ അർത്ഥം ആ സ്റ്റോക്ക് നമുക്ക് സെല് ചെയ്യാൻ പറ്റും. ഇനി ഇതൊരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് EMA ആൻഡ് SMA ആണ്. അതായത് എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജിന്റെയും സിമ്പിൾ മൂവിംഗ് ആവറേജിന്റെ ഒരു ഗ്രാഫാണ്. രണ്ടും കൂടി ഒരുമിച്ചിട്ട് ഒരേ പീരിയഡ് എടുത്തിട്ടുള്ള ഗ്രാഫാണ്. അപ്പൊ ഇത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ബ്ലൂ കളർ ഉള്ളതാണ് നമ്മൾ EMA കൊടുത്തത്, അതേപോലെ റെഡ് കളർ SMA. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് കൂടുതൽ, അതായത് EMA നമ്മുടെ ഈ ഗ്രാഫായിട്ട്, അതായത് പ്രൈസ് ആയിട്ട് കൂടുതൽ അറ്റാച്ച്ഡ് ആണ് rather than SMA. നമുക്ക് പെട്ടെന്ന് പ്രൈസിന്റെ എന്താണ് ഫ്ലക്ച്വേഷൻ, എന്താണ് അതിന്റെ ഷെയറിന്റെ ഇത് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഷെയർ വാല്യൂ താഴോട്ടാണോ മുകളിലേക്കാണോ പോകുന്നത്, പ്രൈസ് മുകളിലേക്കാണോ താഴോട്ടാണോ പോകുന്നത്, നമുക്ക് എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജിൽ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും.
അതപ്പം ഇതിൽ കൊടുത്തിട്ട് EMI is more sensitive to price movements turning up before SMA. അതായത് ഇത് SMA മുകളിലേക്ക് പോകുന്നതിനെക്കാട്ടും മുന്നേ തന്നെ EMI മുകളിലേക്ക് പോകുന്നു. അപ്പോൾ നമുക്ക് ട്രെൻഡ് തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതാണ് EMI. നമുക്കപ്പോൾ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നോക്കാം. ഇൻഫോസിസ് എന്ന് പറഞ്ഞ കമ്പനീന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. ഇതിൽ ഞാൻ സിമ്പിൾ മൂവിംഗ് ആവറേജ്, ഈ കാണുന്ന ഈ റെഡ് ലൈൻ ആണ് സിമ്പിൾ മൂവിംഗ് ആവറേജ്. അതായത് ഇത് 50 ഡേയ്സ് സിമ്പിൾ മൂവിംഗ് ആവറേജ് ആണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കാണാം ഇത് ഈ ലൈനിന്റെ മുകളിലേക്കാണ് ഇത് ഓപ്പൺ ചെയ്തല്ല, ഒരു 1525 അതായത് 17/4/2020 ഇതിന്റെ മുകളിലേക്കായിട്ട് ഈ ലൈൻ പോയി. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഒരു അപ്സൈഡ് കാണാം. കണ്ടില്ലേ, ഇത് ഇവിടുന്ന് ഈ ലൈനിന്റെ മുകളിൽ പോയപ്പോൾ ഒരു അപ്വേർഡ് ട്രെൻഡ് ആണ് ഉള്ളത്. അപ്പോൾ ഇതെല്ലാം ഒരു അപ്വേർഡ് ട്രെൻഡിലേക്കാണ് പോയത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇത് അവിടെ ഒരു ഈ ലൈനിന്റെ താഴോട്ട് വന്നു. അപ്പോൾ ഒരു ഡൗൺവേർഡ് ട്രെൻഡ് ആണ് നമ്മൾ കാണുന്നത്. കണ്ടോ, ഇത്രയും ഡൗൺവേർഡ് ട്രെൻഡ് ആണ്. അപ്പോൾ ഉദാഹരണത്തിന് ഈ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഈ ലെവലിൽ വാങ്ങിയ ആളുകൾ 633 വാങ്ങിയ ആളുകൾക്ക് ഒരു 659 വരെ ലാഭം ഉണ്ടാക്കാം. അതേപോലെ തന്നെ ഡൗൺ സൈഡിൽ 652 വാങ്ങിച്ച സെല്ല് ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഇതേപോലെ 637 എത്ര വേണമെങ്കിലും അവർക്ക് ക്ലോസ് ചെയ്യാം. ഇതൊക്കെ താഴോട്ടാണ്. അപ്പോൾ ഇന്നാണ് കുറച്ചും കൂടിയും ഒരു ഇത് ലൈൻ്റെ എബവ് ആയിട്ട് വന്നത്. അപ്പോൾ ഇതൊരു അപ്വേർഡ് ട്രെൻഡ് ആണ് കാണിക്കുന്നത്. ഇങ്ങനെയാണ് സിമ്പിൾ മൂവിങ് ആവറേജ് വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ജസ്റ്റ് ഒരു 200, ഇത് 50 ഡേയ്സ് സിമ്പിൾ മൂവിങ് ആവറേജ് ആണ്. ഇതിലേക്ക് ഞാനൊരു 200 ഡേയ്സ് മൂവിങ് ആവറേജ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. അപ്പോൾ നമുക്ക് 200 ഡേയ്സ് മൂവിങ് ആവറേജ് ഇതിലേക്ക് ഇടാം. 200 എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അപ്പോൾ ഈ കാണുന്ന ഈ ലൈനാണ് 200 മൂവിങ് ആവറേജ്, അതായത് 200 ഡേയ്സ് മൂവിങ് ആവറേജ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ നിങ്ങൾക്ക് കാണാം, കണ്ടില്ലേ ഒരു ക്രോസ് നടന്നത്, ഈ ടൈമിന് ഒരു ക്രോസ് നടന്നിട്ടുണ്ട്. അതായത് 200 ഡേയ്സും പറയുന്നത് അപ്വേർഡ് ട്രെൻഡ് ആണെന്നാണ് പറയുന്നത്. അങ്ങനെ ഈ ക്രോസ് ചെയ്യുന്നതും നമുക്ക് നോക്കാം, നല്ലൊരു സിഗ്നലാണ്. പക്ഷെ 200 ഈ ഷോർട്ട് ടേം ബൈങ് ആൻഡ് സെല്ലിങ് നടത്തുന്ന ആളുകൾ ഈ 200 ഡേയ്സ് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് കൺഫ്യൂഷൻ ആവും. കാരണം 200 ഡേയ്സ് യാതൊരു ഷോർട്ട് ടേം ആയിട്ട് നോക്കുന്ന ആൾക്കാർക്ക് പറ്റിയതല്ല. ഷോർട്ട് ടേം ആയിട്ട് നോക്കുന്ന ആൾക്കാർക്ക് 50 ഡേയ്സും പിന്നെ അതിന് അങ്ങോട്ടേക്ക് താഴോട്ടുള്ളതൊക്കെ നോക്കുന്നതാണ് നല്ലത്. കാരണം അതാണ് എഡ് പാർ ആയിട്ട് പോകുന്നത്. പക്ഷേ 200 ഡേയ്സ് എഡ് പാർ ആയിട്ടല്ല, അതൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുന്ന ആളുകൾക്കാണ് 200 ഡേയ്സ് മൂവിങ് ആവറേജ് പറ്റുന്നത്. അപ്പോൾ ഇതാണ് മൂവിങ് ആവറേജസിൽ 50 ഡേയ്സ് മൂവിങ് ആവറേജും 200 ഡേയ്സ് മൂവിങ് ആവറേജും. ഇനി നമുക്ക് എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ് നോക്കാം. ഈ എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജിൽ നോക്കുമ്പോൾ കണ്ടില്ലേ, ഇത് പ്രൈസായിട്ട് കുറച്ചും കൂടി കൂടുതൽ എഡ് പാർ ആയിട്ടാണ് നിൽക്കുന്നത് രാദർ ദാൻ ഈ സിമ്പിൾ മൂവിങ് ആവറേജ്. കാരണം ഞാൻ പറഞ്ഞ മാതിരി ഏറ്റവും കൂടുതൽ ഫ്ലെക്സിബിൾ ആയിട്ടും നമുക്ക് കൂടുതൽ വിശ്വസിക്കാൻ പറ്റിയതും എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ് ആണ്. ഈ ഇതിൽ തന്നെ കണ്ടില്ലേ, ഇമ്മീഡിയറ്റ് ആക്ഷൻ ആണ് എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജിൽ കണ്ടത്. ഇത് കുറച്ചും കൂടി ഒരു ഡിലേ ആക്ഷൻ ആണ് വന്നത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിലും സെയിം തന്നെ കണ്ടില്ലേ, ഇവിടുന്ന് തന്നെ പെട്ടെന്ന് തന്നെ ഇവർ ക്രോസ് ചെയ്ത് താഴോട്ട് ഡൗൺവേർഡ് ട്രെൻഡ് കാണിച്ചു. അതേപോലെ സിമ്പിൾ മൂവിങ് ആവറേജ് കുറച്ച് ഡിലേ ആണ്. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇതൊരു ലൈവ് ഇതല്ല, ഇത് ഇന്ന് 22 ഏപ്രിലാണ് ഇത് ഈ വീഡിയോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ സമയം മാർക്കറ്റ് കഴിഞ്ഞിട്ടുള്ള സമയമാണ്. അപ്പോൾ പ്രീവിയസ് ഇത് വെച്ചിട്ടാണ് ഇത് കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ നോക്കിയത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത് മൂവിംഗ് ആവറേജസിനെ കുറിച്ചിട്ടാണ്. മൂവിംഗ് ആവറേജസിലുള്ള കൺസെപ്റ്റ്സ്, അതായത് സിമ്പിൾ മൂവിംഗ് ആവറേജും അതേപോലെ തന്നെ എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജസിനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഇനി അങ്ങോട്ടേക്ക് ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് ഈ ബേസ് വെച്ചിട്ടാണ് നമ്മൾ ഫ്യൂച്ചറിൽ ഓരോരോ സ്ട്രാറ്റജീസും ഓരോരോ കാര്യങ്ങളും മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ SMA അതേപോലെ തന്നെ EMI മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.